സമയം 1 മണി ആയിട്ടുള്ളൂ. 9 മണിക്കാണ് ഖത്തർ നാഷണൽ ഡേയുടെ പരേഡ് സ്റ്റാർട്ട് ചെയ്യുക. 9 മണിക്ക് 9 മണിക്ക് നമ്മളിപ്പോൾ ഇരിക്കുന്നത് സൂക്ക് വക്കിഫിലാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പരേഡിൻ്റെ സ്ഥലത്തേക്ക് പോകട്ടോ. അപ്പോൾ നമ്മളിത് കുറേ കാലത്തിന് ശേഷമല്ലേ ഖത്തർ നാഷണൽ ഡേ സംഭവിക്കുന്നത്, ഈ പരേഡ് ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്തായാലും കാണണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ട് വന്നിരിക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് നമ്മൾ ഇതിന് പിന്നാലെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ആ ഒരു നമ്മൾ ത്യാഗം തന്നെയല്ലേ ഇത്, ഖത്തർ പരേഡ് കാണാൻ വേണ്ടിയിട്ട്. അത് ഈ തണുപ്പത്ത് അഫ്സൽ കോട്ട് ഇല്ലാണ്ട് ഇരിക്കണത്, ജാക്കറ്റ് ഇല്ലാണ്ട്. നിന്റെ ജാക്കറ്റ് ഊരി കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ചുമ ഉള്ളത് കൊണ്ട്. പിന്നെ അഫ്സലിനാണ് അജുവിനാണെങ്കിൽ ഊരാൻ പറ്റില്ല, ഉള്ളിലൊന്നും ഇട്ടിട്ടൂല. അപ്പൊ പിന്നെ ഇവൻ ഇങ്ങനെ ഇരിക്കത്തിട്ട് വേണം. ഇപ്പോ രാവിലെ 9 മണിക്ക് പരേഡ് തുടങ്ങുക, അല്ല 7 മണിക്ക് പരേഡ് തുടങ്ങും. നമ്മളൊരു 5 മണിയാകുമ്പോ അങ്ങോട്ട് പോവും. അല്ലടാ 5 to 7 വരെ എൻട്രൻസ് ഉള്ളു. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ നമ്മളവിടെ ഇരിക്കണം. അതുവരെ 5 മണി വരെ ഇവിടെ ഇരിക്കണം. അതിന് ശേഷം അവിടെ പോയിരിക്കും. ബാക്കി വീഡിയോ വരുന്നതായിരിക്കും ഇതിന്റെ പിന്നിൽ. ഇപ്പൊ ഈ നാഷണൽ ഡേ എന്തായാലും കാണണം. കുറെ വർഷത്തിന് ശേഷമാണ് ഖത്തർ നാഷണൽ പിന്നല്ല അടിപൊളി പരേഡാവും. കുറെ നേരം നമ്മൾ സൂക്കിയിരുന്നു, പക്ഷെ പിന്നെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി നൈസായിട്ട്. അങ്ങനെ മറ്റേ ടീ ടൈപ്പിൽ പോയി ഒരു ചായ ഒക്കെ മേടിച്ചിട്ട് നൈസായിട്ട് വണ്ടിക്ക് വന്നിട്ടാ. വണ്ടിയിൽ എല്ലാരും കൂടിയിട്ട് കുറച്ചേരം കിടന്ന്. ഞങ്ങൾക്ക് ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. ഉറക്കം തന്നെ വന്നില്ല. ഞാൻ നല്ല ഉറക്കം ഉറങ്ങിട്ടാ. ഞാൻ കുറച്ച് ആലോചിച്ചിരുന്നു, ഉറങ്ങിയില്ല. എന്താണോ ഈ ആലോചിച്ചായിട്ട് മാത്രം ഫുൾ പ്രോഗ്രാം ആയിരുന്നു മനസ്സിൽ. എങ്ങനെ ആയിരിക്കും ആഫ്റ്റർ ലോങ് ടൈം. 4:52 വാങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പിന്നെ നൈസായിട്ട് നിസ്കരിക്കുക, പിന്നെ നേരെ നമ്മളെ സ്പോട്ടിലേക്ക്. ഇത്രയും നേരത്തെ വന്നോണ്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10-15 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്ന് കാണും. അതാണ് അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാര് നടന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതാ നല്ല പരിപാടിയിട്ടാ. ഞാൻ പറഞ്ഞില്ല, അമ്മ വണ്ടി കിടന്നത് നേരെ ഇവിടെ വന്നിട്ട് കിടന്നാൽ മതിയിരുന്നു. ഏറ്റവും ബെറ്റർ ആയിരുന്നു. ആടാ ഇതേപോലത്തെ ചാളി നീക്കാലേറ്റാടാ. ആളെ പേരൊക്കെ എഴുതിയൊക്കെ ഉണ്ട് കേട്ടാ. നീ ഹസലേ ഇതില് പറയണ്ട, എക്സൈറ്റഡ് ആണ് ഈ പിന്നെ അല്ല. ഞാൻ അറ്റ വരെ നടക്കണേ. തിരിച്ചു വരുമ്പോ അല്ല ഫോട്ടോ എടുക്കട്ടെ നമുക്ക്. തിരിച്ചിതൊക്കെ നടക്കണ്ടേ. ചമ്മം തുടങ്ങി. നമ്മളവിടുത്തെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ടില്ല. ചെറിയൊരു ചെക്കിങ് ഒക്കെ ഉണ്ട് അവിടെ. അതുവരെ നടക്കണം. അവിടെയാണ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ കാണാം. അങ്ങനെ പരിപാടി തുടങ്ങിയിരിക്കുന്നു. അജോ ഞാൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് മേലക്കൂടെ വരൂട്ടാ. യെസ്, ഫ്ലൈറ്റ് തത്താടെ മേലെ കൂടി വരുന്നു. അൽഫി, ഞാൻ പറഞ്ഞത് സത്യം.